അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്ന കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പം ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ വീട്. ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു CCTVയുടെ എന്തൊക്കെയായാലും അവർ ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ്. ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല. അപ്പോൾ അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇവരെന്ത് രീതിയിൽ എന്തൊക്കെ ഇപ്പം തന്നെ തട്ടിക്കൊണ്ട് പോയതിനെ അവരത് മാറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല. ഞങ്ങളുടെ പൈസയാണ് കൊടുത്തത്. അവർ മേടിക്കണം. ഞാൻ ജോലി എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുവാണ് നിന്റെ ഭാര്യനെയൊക്കെ പുറത്ത് വിടണമേ. കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. അപ്പം നമ്മളെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. രാവിലെ 11 മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി 6:45 ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചുള്ളത്. അപ്പം അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു. പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവളുടെ കഴുത്തിൽ അപ്പം എൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവളുടെ കഴുത്തിൽ മാലയൊക്കെ ഉള്ളതായിരുന്നു. നീ അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നു. അപ്പോൾ പുള്ളിക്കാരൻ അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് അതിൻ്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുത്തതാണ്. രാവിലെ അവരുടെ ഫ്ലാറ്റിലെത്തുന്നു, അതിനുശേഷം കാറെ കയറ്റി അമ്പലമുക്കിൽ കൊണ്ടുവരുന്നു. അപ്പൊ എന്നാണ് നിങ്ങളെ അതിന് മുമ്പ് പൂട്ടിയിട്ടത്? അല്ല, 30-ാം തീയതിയാണ് പൂട്ടിയിട്ടത്. അന്നാണ് കൊടുക്കുന്നത് ഞങ്ങള്. ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. നമ്മളെ ഇത്ര വരെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിനെയാണ് പുറത്ത് വിട്ടത്. ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. അതാ പറഞ്ഞ അത്ര ഗോൾഡ് പണയം പോലീസിനെ സമീപിക്കുക. അവിടെ പോലീസ് നിൽക്കുകയല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് അവര് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട്. അത് പറഞ്ഞു. എൻ്റെ ചേട്ടൻ അബ്രോഡാണ് നിൽക്കുന്നത്. എൻ്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എൻ്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത്. അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞത്. നിനക്ക് എന്തിനാണ് നിൻ്റെ ചേട്ടൻ ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത്, ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷൊക്കെ അയച്ചിരുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ കച്ചവടത്തിന്റെ പൈസ കൈമാറുന്നതിന് എന്ത് കാരണമായിരുന്നു ദിയ പറഞ്ഞിരുന്നത്? ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് ദിയ ചേച്ചി പറഞ്ഞത്. അപ്പം നമുക്ക് തന്നെ ചിന്തിക്കും. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞു ഈ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ദിയ ചേച്ചിയുടെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്നതെന്ന് CCTV നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് അവിടെ നിന്ന് മാറ്റണം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പോൾ ആ ദിയ എന്തുകൊണ്ട് പേയ്മെൻറ്റ് മാത്രം അത് CCTV ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെൻറ്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല. ഒരു വർഷമായിട്ട് അതെ അധിക്ഷേപിച്ചു. കൃഷ്ണകുമാറും പറഞ്ഞു, ദിയയും പറഞ്ഞു, ദിയയുടെ അമ്മയും പറഞ്ഞു. കാറ് കയറ്റിയിട്ട് നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പം നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ് നീയൊക്കെ, ക്രിമിനൽ എന്നാ പറഞ്ഞത്. ഞങ്ങളടുത്തും അങ്ങനെയാണ് പറഞ്ഞത്. നീയൊക്കെ മുക്കുവത്തികളല്ലേ, നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത്? നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുബന്ധം? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്.